നൂറ്റിക്കണക്കിന് സായിപ്പന്മാരുടെ തലകൾ അരിഞ്ഞു വീഴ്ത്തിയ എന്റെ ഖഡ്ഗമേ, നിന്നോട് വിട. ഇന്ന് ഓപ്പറേഷൻ ഉള്ള ദിവസമാണ്. സിസ്റ്റർ ലിസി വന്നിട്ടുണ്ടോ? അയ്യോ ഇല്ല, ലീവിലാണ്. ലീവിലോ? സിസ്റ്റർ നാൻസിയോ? നാൻസി ലീവില്ല. സിസ്റ്റർ ഡയാന? ഡയാന സിസ്റ്റർ ലീവാ സാറേ. ഇവരാരും വന്നില്ലേ? ഇല്ല, ആരും വന്നില്ല. എന്നാ ഞാനും ഇല്ല. അയ്യോ അന്ന് സാറേ. പറ്റില്ല. അയ്യോ അന്ന് ഓപ്പറേഷൻ ഉള്ളല്ലേ. ഇവരൊക്കെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഓപ്പറേഷനുള്ള തിയേറ്ററിൽ നിൽക്കുന്ന നേഴ്സുമാരാണ്. അവരില്ലാതെ എനിക്കൊരു പോസിറ്റീവ് വൈബ് കിട്ടില്ലെന്ന്. മിനിമം സിസ്റ്റർ ഉണ്ട്. ഇടോ, ബൂസ്റ്റ് ഇട്ട ചായ വെക്കുമ്പോ കട്ടൻ ചായ ആണോ കൊണ്ട് കൊടുക്കുന്നത്? ബൂസ്റ്റ് ഇട്ട ചായ കൂച്ചു, കട്ടൻ ചായ കുടിക്കത്തില്ല. അല്ല മിനിമോളെ അങ്ങനെ തെറ്റിദ്ധരിക്കരുത്. എന്നാലും ഡോക്ടറിന് ഇപ്പൊ എനിക്ക് മനസ്സിലാവുന്നുണ്ട് കേട്ടോ. ഡോക്ടർ എന്ത് മനസ്സിലായി? ഇപ്പം ഡോക്ടറിന് ഇച്ചിരി മാറ്റമൊക്കെ ഉണ്ട്. ഒരു മാറ്റവും ഇല്ല. ഞാൻ ഉദ്ദേശിച്ചത് എന്താണെന്ന് അറിയാമോ? അവർ ഈ ഓപ്പറേഷൻ തിയേറ്ററിലൊക്കെ നിന്ന് എക്സ്പീരിയൻസ് ആയിട്ടുള്ള നേഴ്സുമാരാണ്. എനിക്ക് എക്സ്പീരിയൻസ് ഇല്ലയോ? മിനിമോൾ അങ്ങനെ ഓപ്പറേഷൻ തിയേറ്ററിൽ വരാറില്ലല്ലോ, അതുകൊണ്ട്. ഡോക്ടറെ, വേറൊരു വലിയ സംഭവം ഉണ്ട് ഡോക്ടറെ. എന്താ സംഭവം? ഈ ഹോസ്പിറ്റലിന്റെ ചരിത്രത്തില് ആദ്യമായിട്ട് ഒരു രോഗി ഇങ്ങോട്ട് വന്നിട്ട് ഓപ്പറേഷൻ ചെയ്യാൻ തയ്യാറാണെന്ന് പറഞ്ഞു. ഓപ്പറേഷൻ? ആര്? ഒരു രോഗി ഡോക്ടർ ഇന്നലെ പരിശോധിച്ചില്ലായിരുന്നു. അതിന് വയറ്റിനകത്ത് എന്തോ വേദനയായിട്ട് വന്നേ. അയാൾ പറയുന്ന അയാൾ ഓപ്പറേഷന് തയ്യാറാണെന്ന്. അവൻ തയ്യാറായെന്ന് പറഞ്ഞ സ്ഥിതിക്ക് അപ്പൊ ഇന്ന് തന്നെ നമുക്ക് ആ ഓപ്പറേഷൻ നടത്തേക്കാം. എന്ന് ഞാൻ വിളിക്കട്ടെ? വിളിക്കും. ഡോ, ആ ഓപ്പറേഷനുള്ള ആളെ ഇങ്ങോട്ട് കയറ്റി വിട്. എന്റെ കൈയും കാലും അങ്ങ് കുരുരുക്കുന്നു ഡോക്ടർ. എനിക്കും കുറെ ദിവസമായി ഓപ്പറേഷൻ ചെയ്തിട്ട്. നമസ്കാരം ഡോക്ടറെ. ഡോക്ടറിന് എന്നെ പരിചയമുണ്ടാ? അല്ല, ഇന്നലെ നമ്മൾ കണ്ടായിരുന്നു. അല്ല, ചെറിയങ്ങാടിയിലെ ചെറിയൊരു ഗുണ്ടയാണ് ഞാൻ. നമ്മള് തമ്മില് മുമ്പൊന്ന് കോർത്തായിരുന്നു. അന്ന് എന്റെ കരതരം സാറിന്റെ കരണക്കുറ്റിക്ക് പതിഞ്ഞപ്പോൾ ചെറിയൊരു ഇഷ്യൂ. സാറേ, അതൊക്കെ വിട്ടുകളയാനോട്ടോ. ഞാനിപ്പോ ഒരു ഓപ്പറേഷന് വേണ്ടി വന്നേക്കണാണ്. എല്ലാം മറന്നു കളഞ്ഞേക്കണേ. എല്ലാം മറന്നു കളയാൻ പറ്റുമോ? അതിലൊരെണ്ണം എന്റെ മനസ്സിൽ നിന്ന് ഇപ്പോഴും മാഞ്ഞ് പോകുന്നില്ല. അതേതാണ് സാർ? താങ്കളുടെ കരതലം എന്റെ കരണക്കുറ്റിയിൽ വന്ന് വീണപ്പോ ഒരു അണപ്പല്ലിളകി എന്റെ വായി വീണായിരുന്നു. ഞാൻ അതെടുത്ത് ഇങ്ങനെ നോക്കി നിന്നപ്പം നീ എന്താ പറഞ്ഞത്? എന്താ പറഞ്ഞത്? മാങ്ങാണ്ടി തെറ്റിച്ച് കളിക്കുന്നോടാന്ന് പറഞ്ഞ് രണ്ടാമതെന്റെ ചെക്കുറ്റിക്ക് നീ അടിച്ചു. അതെന്റെ മനസ്സിൽ നിന്ന് മായത്തില്ല. അത് ഞാൻ മറക്കില്ല. അതൊക്കെ പഴയ കേസല്ലേ, വിട്ടുകളാ. പഴയ കേസോ? അപ്പൊ ശരിക്കും ഡോക്ടറിന്റെ ഈ അണപ്പല്ല് ഇവിടുത്തെ ഗ്യാപ്പ് ഈ പുള്ളിക്കാരനെ അടിച്ചതാണോ? എന്തായിരുന്നു കേസ്? അത് പെണ്ണ് കേസായിരുന്നോ? സിസ്റ്ററിന് ഇപ്പൊ എന്തൊക്കെ അറിയണം? അല്ല, എനിക്കറിയണം. ഡോക്ടറുടെ സ്വഭാവം വെച്ച് എനിക്കത് അറിയണമല്ലോ. എന്റെ സ്വഭാവത്തിൽ എന്താണ് കുഴപ്പം? ഒന്നുമില്ല. ഓപ്പറേഷൻ ചെയ്യാം. കിടക്കൂ. അല്ല സാറേ, ഞാനിവിടെ ഒറ്റക്ക് കിടക്കണോ? പിന്നെ ഞാനിവിടെ കിടക്കാം. സാറോട് കിടന്നാ എനിക്കൊരു സന്തോഷം. നമുക്കൊന്ന് രണ്ടും പറഞ്ഞു ഒന്നും. താനെന്ത് ഭർത്താനോട് പറയുന്നത്? അല്ല സാറ്, എന്നാ സിസ്റ്ററോട് കിടക്കാൻ പറയും. തോന്നുവാസം പറയുന്നു. താൻ ഒറ്റയ്ക്ക് കിടക്കണം. ഇപ്പൊ അനസ്തേഷ്യ വരും. അനസ്തേഷ്യ വരണമെങ്കിൽ അവള് മതി. ഞങ്ങള് തമ്മിൽ സംസാരിച്ച് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഞങ്ങൾ കിടന്നോളാം. അയ്യോ, അനസ്തേഷ്യ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമോ? ഇല്ല. ഓപ്പറേഷന് മുമ്പ് തന്നെ മയക്കണ്ടേ? വേദന അറിയാതിരിക്കാനുള്ള ഇഞ്ചക്ഷനാണ് അനസ്തേഷ്യ എന്ന് പറയുന്നത്. ഈ സിസ്റ്റർ മയക്കാനൊക്കെ അറിയാമോ? മയക്കാൻ അറിയാവുന്നോ? കഴിഞ്ഞ മാസത്തെ ശമ്പളത്തിൽ നിന്ന് 10 രൂപ പോലും ഇല്ലാതെ ഞാൻ വീട്ടിൽ പോയത്. പിന്നെ അമ്മയുടെ ക്ഷേമ പെൻഷൻ കൊണ്ടാണ് ഒരു മാസം ഞാൻ കഴിച്ചു കൂട്ടിയത്. മനസ്സിലായില്ലേ? പിന്നെ ഡോക്ടറെ, ഇന്നലെ അനസ്തേഷ്യ കൊടുത്ത ആൾക്ക് അനസ്തേഷ്യ ഒന്നും ഏറ്റില്ലായിരുന്നു. ഓപ്പറേഷൻ ചെയ്തപ്പോ അങ്ങനെ കിടന്ന് വിളിച്ചു പോവിയായിരുന്നു. അതുപോലെ എല്ലാം പറ്റൂ? അയ്യോ, എന്തോ അലർച്ചയായിരുന്നത്. അതോ? അയ്യോ, പേടിക്കണ്ട. അത് ഇന്നലെ സംഭവിച്ചാണ്. ഇന്ന് അങ്ങനെ സംഭവിക്കില്ല. സിസ്റ്റർ, അനസ്തേഷ്യ കൊടുത്തു. നട്ടലിന്റെ ഒരു കീച്ചം കീച്ചട്ടെ ഡോക്ടറെ. കീച്ചങ്ങോട്ട്. അയ്യോ, പേടിയുണ്ടോ? ഏയ്, എന്തിനാ പേടിക്കുന്നത്? എനിക്ക് പേടിയൊന്നും. എല്ലാരും കൂടെ പേടിക്കുന്ന കാര്യമില്ല. ചെറിയൊരു സൂചിയ. ആവശ്യത്തിലധികം കാണിച്ച്. കുത്താൻ പോവാന്നേ. ചെറിയൊരു വേദന, ചെറുതായിട്ട്. എങ്ങനെയുണ്ട്? എന്തിനാ ഇങ്ങനെ ഭയക്കുന്നത്? ആവശ്യത്തിലധികം ഞാനിവിടെ ഇന്ന് ഭയക്കുന്നുണ്ട്. അപ്പൊ എന്തിനാ ഭയക്കുന്നത്? ഹലോ, വേദനയുണ്ടോ? വേദന ഇവിടെ തൊട്ടതായിട്ട് അറിയാനുണ്ടോ? ഇല്ല. മയങ്ങല്ലോ. മരവും മാത്രമല്ല. ഈ തോർത്ത് കൊണ്ടുവന്ന എന്തിനാണ്? ഓപ്പറേഷൻ എനിക്ക് പേടിയാണ്. എന്റെ കണ്ണു കെട്ടാൻ വേണ്ടി ഞാൻ കൊണ്ടുവന്നതാണ്. അതിന്റെ ഒന്നും ആവശ്യമില്ല. ഇനിയിപ്പോ ഒന്നും അറിയില്ല. ഈ ലൈറ്റിലോട്ട് നോക്കി ഞാൻ കിടന്നാ മതി. അയ്യോ, കാരണം മഞ്ഞളിച്ചങ്ങ് പൊക്കോളും. ഞാൻ ചത്തുവോ ഡോക്ടറെ? എന്നെ കൊല്ലരുതട്ടാ. നിന്നെ കൊല്ലാൻ ഞാൻ സമ്മതിക്കുവോ? അപ്പൊ തുടങ്ങാല്ലേ? ഒന്നും പേടിക്കണ്ട കേട്ടോ. പ്രയർ. ഞാനിവിടെ. തമ്മേട്ടാ, താൻ ഈ ഗ്രൂപ്പിലില്ല. ഓക്കെ, കിടന്നോ. നല്ല അടിപൊളിയായിട്ട് ഈ ഓപ്പറേഷൻ
150 ഓപ്പറേഷൻ ഡോക്ടറെ എന്റെ കൈയും കാലും വിറയ്ക്കുന്നുണ്ട് കേട്ടോ. എന്തിനാ ഞാൻ എന്റെ ആവശ്യത്തിലധികം ഇവിടെ കിടന്ന് വിറക്കുന്നുണ്ട്. എല്ലാവരും ഇവിടെ വിറക്കേണ്ട കാര്യമില്ല. മനസ്സിലായില്ലേ? എടി വരുന്നു 12 ആ മതി. ഹലോ, സൈഡ് എടുക്കണോ? ബോക്സർ സ്റ്റൈൽ അടിച്ചേരട്ടെ. ഓക്കെ. അറിയത്തില്ലല്ലോ അല്ലേ ഡോക്ടറെ? ഏയ് ഡോക്ടർ പേടിക്കരുത്. ഡോക്ടറെ ധൈര്യം കൈവിടാൻ പാടില്ല ഡോക്ടറെ. പഞ്ഞി കോട്ടൺ. അയ്യോ ഈ തുണി എന്തെങ്കിലും എടുത്തുകൊണ്ട് കോട്ടണ്ടാ. ഡോക്ടർ പേടിക്കരുത്. ഡോക്ടർ എന്നായിരുന്നു? ശരിയാവത്തില്ല. തുറന്നു വെച്ചേക്കുവാ. ശരിയാവത്തില്ല. ഡോക്ടർ തുറന്നു. ശരിയാവത്തില്ല. ഓപ്പറേഷൻ ചെയ്യുന്നേ. ശരിയാവത്തില്ല. ഡോക്ടർ എങ്ങനെ? കൈ അവിടെ നിന്ന് എത്തിച്ചാ മതി. അയ്യോ എനിക്ക് വയ്യ. എനിക്ക് കയ്യും കാലും ഇറക്കുന്നു. ഇതിപ്പോ തുറന്നു വെച്ചേക്കോ. എന്തെങ്കിലും എന്തായാലും ചെയ്യാം. ഫോൺ വരുന്നല്ലോ. ഹലോ, ഒന്ന് നോക്കിയേ. ഞാനോ? എന്തുവാടി? ഞാൻ തിയേറ്ററിലാണ്. ഡോക്ടർ ഇതെന്താ ചെയ്യണ്ടേ? ഡോക്ടർ എന്നോ നോക്കി ഇവിടെ എന്താ ചെയ്യണ്ടേ? കട്ട് ചെയ്ത് കളാ. ഡോക്ടർ ഇത് കട്ട് ചെയ്ത് കളെ. അത് പോട്ടെ. ഡോക്ടർ എത്ര വേണം? വൃത്തിയായിരിക്കണം. എത്ര വേണം? എത്ര ഇഞ്ച്? ഞാൻ പറയാം. വറുത്തെടുക്കാനോ? അതൊക്കെ വേസ്റ്റ് ആണ്, കളഞ്ഞേരെ. അതെ. നമുക്ക് ബാക്കി ഭാഗം കുറച്ചെടുത്ത് മാറ്റി വെച്ചാൽ വൈകിട്ട് വറക്കാം. എന്തായാലും ഒന്ന് ചെയ്യേ, വറക്ക്. ഞാനിപ്പോ 2 എണ്ണം കട്ട് ചെയ്തെടുത്ത്. എന്തിന്? ഇവിടുന്ന് എടുത്തതാ. അയ്യോ, പാൻക്രിയാസ്. ഇതെന്തിന്? ആരോട് ചോദിച്ചിട്ട് കട്ട് പറഞ്ഞില്ലേ കട്ട് ചെയ്യണോന്ന്? ഫിലോപ്പിയൻ ട്യൂബ് വേണ്ടേ? അത് വേണ്ടാത്ത അത് പോട്ടെ, അത് സാരമില്ല. പക്ഷെ ഇതെന്തിന് നീ എടുത്തു? എനിക്കറിയത്തില്ല. അത് അവിടെ വെക്കാം. എവിടെ എടുത്തെന്ന് വെച്ചാൽ അവിടെ തന്നെ കൊണ്ടുവച്ചു. എവിടെ വെക്കണ്ടേ? എടുത്തപ്പോ എനിക്ക് അറിയത്തില്ല എവിടെ വെക്കണ്ടേ. കൊണ്ടുവെക്ക് വെച്ചേ. ഇവിടെ തന്നെയാണോ ഇരുന്നത്? നമുക്ക് കെട്ടി വെച്ചേക്കാം. അത് കുഴപ്പമില്ല. പിന്നെ മടി വെച്ചിട്ടുണ്ടോ? ആവശ്യം ഉണ്ടോ അവൻ എടുത്തോളൂ. സ്റ്റിച്ച് നൂലില്ല. നൂലില്ലേ? കമ്പൗണ്ടർ സാർ, നൂല് സ്റ്റിച്ച് ഇടാൻ നൂലില്ലേ? ഇനിയിപ്പോ ഈ സമയത്താണ് നൂലില്ലാത്ത വരുന്നത്. ഇതിനകത്തുനിന്ന് എടു. ആവശ്യത്തിന് നൂലിട്. അയാളൊരു തോർത്ത് കൊണ്ടുവന്ന നന്നായി. അയാൾ തോർത്ത് കൊണ്ടുവന്ന കൊള്ളാം. കിട്ടുന്നത് വെച്ച് ചെയ്ത് പോ. വെട്ടം കുറവാണോ? ഒന്നുമില്ല. തയ്ച്ചു പോ. എംബ്രോയിഡറി ഒന്നും വേണ്ട, ആഡംബരമൊന്നും വേണ്ട. തയ്ച്ചങ്ങ് പോ. കൊള്ളാം. ഹലോ, കണ്ണു തുറക്കൂ. വേദനയുണ്ടോ? വേദനയില്ല. ചെറുതായിട്ട് ഇവിടെ ഒരു അത് സ്വാഭാവികമല്ലേ, ഒരു ഓപ്പറേഷൻ കഴിഞ്ഞിരിക്കല്ലേ. ഞാൻ എഴുന്നേറ്റോട്ടെ? എഴുന്നേക്കണ്ട. അയ്യോ, എഴുന്നേക്കാൻ പാടില്ല. ഇപ്പൊ എഴുന്നേക്കാൻ പാടില്ല. അപ്പൊ ഓക്കെ, എന്നാ ഒരു അരമണിക്കൂർ കഴിഞ്ഞ് വീട്ടിൽ പോവാം. ഞാൻ ഇപ്പൊ തന്നെ പോയിക്കോട്ടെ? വീട്ടിൽ പോകാൻ നിർബന്ധമാണ്. എന്നാ പോയിക്കോ. കുഴപ്പമില്ല. നടന്നു പോകുന്ന കുഴപ്പമില്ലെങ്കിൽ പോയിക്കോ. ശരി കേട്ടാ. നിങ്ങളുടെ ശരീരത്തിലെ ആവശ്യമില്ലാത്ത കുറച്ച് സാധനങ്ങൾ ഉണ്ടായിരുന്നു. അത് കട്ട് ചെയ്തെങ്കിൽ മാറ്റി, അത്രേ ഉള്ളൂ. എടുത്ത് കളഞ്ഞു. അതൊന്നും വേണ്ടാത്തതാണ്. അതെ, ഒരു കാര്യമില്ലാതെ ചുമ്മിക്കൊണ്ട് നടക്കായിരുന്നു. വയറ് ചാടിയിരിക്കുന്നു. ഞാൻ വീട്ടിലോട്ടൊന്ന് വിളിച്ചിട്ട്. എന്റെ ഫോൺ എവിടെ? ഫോൺ എന്തേ? കയ്യിലുണ്ടായിരുന്നല്ലോ. എന്റെ ഫോൺ ഞാൻ കയ്യിലുണ്ടായിരുന്നല്ലോ. കയ്യിലുണ്ടായിരുന്നല്ലോ. ഇവിടെ വെച്ചോ? ഞാൻ വിളിക്കട്ടെ? ഒന്ന് വിളിച്ചു. ഒരു മുറുക്കാൻ പോയി. അത് വേണ്ടാത്ത സാധനമാണ്. ഇതിപ്പോ അതാണ്. ഇപ്പൊ എങ്ങനെയുണ്ട്? കുഴപ്പമില്ല. ഒന്ന് സിസ്റ്റർ, ഒന്ന് മിസ് കോൾ അടിച്ചേ. എന്നെ വിളിക്കുന്ന നമ്പറാണോ? അത് തന്നെ 777 ലാസ്റ്റില്. ബെല്ലുണ്ടോ? ബെല്ലുണ്ടോ? ഇത് ഇവിടെ കാണുന്നില്ലല്ലോ. എവിടെയാ ഡോക്ടറെ? സാധനമൊക്കെ ഇവിടെ കിട്ടി. സാധനം കിട്ടി. വയറിനകത്തുണ്ട്. വയറിനകത്തുണ്ട്. അയ്യോ, അവള് വിളിച്ചു കഴിഞ്ഞാൽ പ്രശ്നമാണ്. ഫോണില്ലെങ്കിൽ അവൾ എന്നെ തിരക്ക് ഇങ്ങോട്ട് വരും. എന്നെ ഭയങ്കര സംശയമാണ്. ഒന്നുകൂടെ ഒന്ന് ഓപ്പറേഷൻ ചെയ്തോ. ഇപ്പൊ എന്നെ ഒന്ന് കീറി മുറിച്ചല്ലേ, ഇനി നടക്കൂല. പ്ലീസ്, ആ നൂല് തന്നെ വലിച്ചു. അടുത്ത ആഴ്ച ആവട്ടെ, അതവിടെ നോട്ടെ. കുഴപ്പമില്ല. ഒന്നുമില്ല, പേടിക്കാനൊന്നുമില്ല. ഞാൻ ഒന്ന് പറയുന്നത് ഭയങ്കര കഷ്ടമാണ്. ഭാര്യക്ക് ഭയങ്കര സംശയം. അതുകൊണ്ടാണ്. അല്ലെ, അവള് വണ്ടി വിളിച്ച് ഇഞ്ഞു വരും. എന്തൊരു കഷ്ടമാണ് സാർ. എന്താ വൈകിട്ട് ചെയ്യാ? ഞാൻ പറയട്ടെ, എനിക്കൊരു റെസ്റ്റ്. ഈ സ്റ്റിച്ചിട്ടല്ലേ, അതിന്റെ ഒരു സൈഡ് പൊട്ടിച്ചിട്ട് ഒന്ന് പിടിച്ചാൽ അതിന് പോരും.
ഒന്നുമില്ല. നൈസായിട്ടുള്ള നൂല അതിന് വരുമെന്നേ. വരും. കിടന്നാ എന്തൊരു കഷ്ടം. കാല് പിടിച്ച് പറയാം പ്ലീസ്. തുണിയൊക്കെ കൊണ്ട് കളഞ്ഞോ താനെ. ഒരു സന്തോഷം വാർത്ത പറയട്ടെ, ഈ ഓപ്പറേഷന്റെ പൈസ വേണ്ട. അതെന്നോട് ചോദിക്കരുതേ. ഇല്ല ചോദിക്കത്തില്ല പ്ലീസ്. എന്റെ ഫോൺ എനിക്ക് കിട്ടിയാൽ മതി. ഓക്കെ ഫാസ്റ്റ് റെഡി. ഡോക്ടറെ വേണമെങ്കിൽ ഇതൊന്ന് വെച്ചേരെ. ഏത്? ഇതങ്ങ് അകത്ത് വെച്ചേരെ. എന്തായാലും തുറക്കാൻ പോലും ഇതെടുത്ത് അകത്ത് വെച്ചേക്കാം. ആ തോർത്തിൽ നൂല് കുറച്ച് എടുത്ത് വെച്ചേക്കണം. ഓക്കെ വന്നോ? കിട്ടിയോ? കിട്ടിയ നോക്കി വന്നോ? ആദ്യം ഇതങ്ങ് സിക്ക്. ആ അത് അകത്തോട്ട് കയറ്റി വെക്ക്. ആ, കണ്ടോ? കിട്ടി. കണ്ടോ? ഓക്കെ സിറ്റിട്ടുള്ളൂ. അനസ്തേഷ്യയുടെ എഫക്ട് കുറയുന്നുണ്ട്. വേദന എടുക്കുന്നു. വിളിച്ചുണർത്തി വിട് ഡോക്ടറെ. ഓക്കെ വളരെ ഉപകാരമുണ്ട്. പതുക്കെ കണ്ടുറന്നോളൂ. പതുക്കെ സ്ലോലി. വേദനയുണ്ടോ? ചെറുതായിട്ട്. അത് അനസ്തേഷ്യ കുറഞ്ഞു വരുന്നതിന്റെയാണ്. പേടിക്കാനൊന്നുമില്ല. ഞാൻ വീട്ടിൽ പോക്കോട്ടെ. വീട്ടിൽ വെക്കും. ഇനി വേറെ ഒന്നുമില്ല. ഒന്നുമില്ല വീട്ടിൽ പോയി. പതുക്കെ കാലിട്. പതിയെ വേദന ഉണ്ടല്ലേ? ഇനി പഴയതുപോലെ ഗുണ്ടാത്തരങ്ങളൊന്നും കാണിക്കല്ലേ കേട്ടാ. ഇല്ല. തെറ്റിട്ടതാണ്. ഓക്കെ അപ്പൊ സിസ്റ്ററെ ഞാനൊന്ന് അങ്ങോട്ട് ഇറങ്ങാണ്. ഡോക്ടർ പോകണോ? വീട്ടിൽ ചെല്ലണം അത്യാവശ്യമായിട്ട്. താങ്ക് യു. പൈസ ഒന്നും വേണ്ട കേട്ടോ. ബില്ല് അടക്കണ്ട. അത് എന്റെ അക്കൗണ്ടിൽ അത് ചെയ്തേരാം കേട്ടോ. ഞാൻ മെഡിസിൻ ഒക്കെ എഴുതി തരാം. അതൊക്കെ കൃത്യം. വണ്ടിയുടെ ചാവി എവിടെ വെച്ച്? വണ്ടിയുടെ ചാവി ഇവിടെ കാണുമായിരിക്കും. എവിടെ? ഇല്ലല്ലോ. ഡോക്ടർ വന്നപ്പോ കയ്യിലുണ്ടായിരുന്നല്ലോ. കയ്യിലുണ്ടായിരുന്നു. പോക്കറ്റ് ഇട്ട് തേങ്ങ ഉണ്ടല്ലോ. ഇപ്പൊ കാണുന്നില്ല. ഫോണുണ്ട്. ഓപ്പറേഷൻ കഴിയുമ്പോൾ ഒരേ മുറുക്കാൻ മതി. എന്റെ മുണ്ടിന്റെ ഒക്കടയിൽ ആരാണ്ട് കുത്തി വെച്ചേക്കണം. ഓപ്പറേഷൻ ചെയ്ത് വെച്ച സാധനം എല്ലാം എടുത്ത് ഇയാൾ മഴ വെച്ച് ഒളിപ്പിച്ച് വെച്ചോണ്ടല്ലേ അത് അങ്ങനെ അധികം വന്നത്. അത് ആവശ്യമില്ലാത്ത സാധനമാണല്ലോ. എന്നാലും എന്റെ ചാവി ഇതവിടെ പോയി. ചാവി എന്തേ? ഒന്നും ഞാൻ പൊക്കോട്ടെ. എന്നാല് എന്റെ ചാവി കാണുന്നില്ല. ചാവി കാണുന്നില്ല. അവിടെ എവിടെയെങ്കിലും നോക്കുന്നേ. കള്ളൻ ചാവി വിഴുങ്ങിയില്ലേ നീ? കൊല്ലിച്ചാൻ വിഴുങ്ങണ കിടക്കെ. ഒരു ഓപ്പറേഷൻ കൂടെ ഉണ്ട്. അതേ നിങ്ങളുടെ ഒരു പരിപാടി നടക്കൂല. ആദ്യം മൊബൈലിൽ നിന്ന് വെച്ച് മറന്ന് ഇത് ചാവി വെച്ച് മറന്ന് ഇതെന്താണ് ശരിയാവൂല. പ്ലീസ് ഒരു പ്രാവശ്യം കൂടെ നടക്കൂല. ഞാൻ 25,000 രൂപ അങ്ങോട്ട് തരാം. സാറേ എനിക്ക് പോയിട്ട് ആവശ്യമുള്ളതാണ്. ഇല്ല അങ്ങനെ പറയരുത്. സാറേ ഒരു മനുഷ്യന്റെ ശരീരമാണ് നിങ്ങൾ പച്ചക്ക് കുത്തിക്കീറുന്നത്. 2 മിനിറ്റ് എങ്ങോട്ടേലും പൊക്കോളാം. ആ ചാവി ഒന്ന് എടുത്ത് തന്നാ മതി. ഞാൻ ഈ നാട് വിട്ടു പൊക്കോളാം. ഭയങ്കര കഷ്ടം. കിടക്ക്. ഞാൻ നല്ലൊരു അനസ്തേഷ്യ തരാം. കിടക്ക്. വേദനിക്കില്ല. സിസ്റ്റർ വേദനിപ്പിക്കാത്തൊരു അനസ്തേഷ്യ ഡോക്ടർ അത് വേണമെങ്കിൽ എടുത്ത് വെച്ചോണേ. എന്തൊരു കഷ്ടമാണ്. ഒന്ന് ചരിഞ്ഞു കിടക്കൂ സഹോദര. ഒരു അനസ്തേഷ്യം കൂടെ തരാം. വേദനിക്കത്തേ ഇല്ല. കുത്തട്ടെ. 12.75. ഇതിപ്പോ എളുപ്പമല്ലേ? ആ വാ പൊളിച്ചാ പോരെ. എങ്ങ് ഈ നൂല് കടുങ്കട്ട് വീണ് കിടക്കാണ്. ഞാനായിരുന്നു അടിച്ചിട്ട് എന്റെ താക്കോൽ അതിനിടയിൽ എവിടെയെങ്കിലും ഉണ്ടോ നോക്ക്. അടിച്ചാ താക്കോൽ അതിനകത്ത് ഉണ്ടോ നോക്കട്ടെ. ഉണ്ടാ? ഉണ്ടല്ലോ. ഇട്. ബ്ലഡ് പറ്റിയിട്ടുണ്ട്. നൂലോട് കയറ്റി നോക്ക. കുറച്ചുകൂടി ഈസി ആയി ഡോക്ടറെ. ഹലോ ഗുണ്ടാസ്. എഴുന്നേക്കൂ. ഇങ്ങനെ കിടന്നങ്ങ് ഉറങ്ങിയാൽ മതിയോ? വീട്ടിൽ പോകണ്ടേ? എഴുന്നേക്ക്. പതുക്കെ കണ്ടു തുറക്കും. താക്കോൽ ടാണ്ടടേ. പിന്നെ സാരം അതിനകത്തുണ്ടായിരുന്നു. ഞാൻ ഇനിയെങ്കിലും വീട്ടിൽ പോയിക്കോട്ടെ. പൊയ്ക്കോ. ഇനി ഇവിടെ ഒരു നിമിഷം നിക്കണ്ട. എന്റെ അമ്മേ ദാഹിക്കുന്നുണ്ടോ? ഓ പതുക്കെ വേണം. പതിയെ. നൂല് ടൈറ്റ് ആയിട്ടില്ല. 2-3 തയ്യൽ ഹോള് വലുതായത് കാരണം അത്ര ടൈറ്റ് അല്ല. ശ്വാസമൊക്കെ ശ്രദ്ധിച്ചു വിടണം കേട്ടാ. ഓക്കെ. വേറെ കൂടെ ആരും വന്നില്ലേ? ഇല്ല. ഒറ്റയ്ക്കാ. ഗുണ്ടായതുകൊണ്ട് പിന്നെ കുളിക്കുമ്പോഴൊക്കെ സൂക്ഷിക്കണം. ഇതിനകത്ത് വെള്ളം കെട്ടിക്കിടക്കാൻ സാധ്യതയുണ്ട്. കുളിക്കുമ്പോ ഒക്കെ സൂക്ഷിക്കണം. ബില്ല് മുടക്കണ്ട. ബില്ല് ഞാൻ തരുന്നില്ല. എന്റെ പട്ടി വരും ബില്ല്. ഡോക്ടർ എന്റെ വിരലിൽ കിടന്ന മോതിരം കാണുന്നില്ല. അയാളെ വിടല്ലേട്ടാ. എന്താ പറഞ്ഞു?
എന്തുവാ ഈ പറയുന്നത്? മോതിരം കാണുന്നില്ലെന്ന്. ലാസ്റ്റ് ഞാൻ തുന്നി കെട്ടുന്നിടം വരെ മോതിരം ഉണ്ടായിരുന്നു, ഇപ്പൊ കാണുന്നില്ല. എന്താ സംഭവം? എന്താണ്? ഒന്നുമില്ല. ഒരു ചെറിയ വിഷയമുണ്ട്, അത് വേറെ കാര്യമൊന്നുമില്ല. ഡോക്ടറിന്റെ 2 സാധനം എടുത്തില്ല, അപ്പൊ എന്റെ ഒരു സാധനം എടുക്കാനാണോ ഡോക്ടറിന് മടിയെ? ഡോക്ടറിന്റെ കൂടെ കട്ട സപ്പോർട്ടായിട്ട് ഞാൻ നിന്നില്ലയോ? സപ്പോർട്ടൊക്കെ ചെയ്തു. പക്ഷെ ഒരു കാര്യം പറഞ്ഞു, 2 പ്രാവശ്യം ഞാൻ അയാളുടെ കാല് പിടിച്ചിട്ടാണ് അയാൾ സമ്മതിച്ചത്. എന്താ പറ്റിയത്? ഇനി എനിക്ക് ചോദിക്കാൻ വയ്യ. ഒരു പവന്റെ മോതിരോ ചേട്ടനിട്ട മോതിരോ അതില്ലാതെ എനിക്ക് വീട്ടിൽ കയറി ചെല്ലാൻ പറ്റുമോ? കാണാതെ പോയതാണാ? ഇനി വന്നേ. വന്നേ ഒരു കാര്യം പറഞ്ഞ. അയ്യോ, നീ വന്നേ. ശരീരം അനക്കരുത്. അയ്യോ. തിരിച്ചയും സംഭവം എന്താണ്? തിരിച്ച് ഒരു പ്രാവശ്യം കൂടെ നമുക്കൊന്ന് ഇളക്കണം. അല്ല, അവിടെ ഒരു മോതിരം ഇതിനകത്ത് പോയി. ആരുടെ മോതിരം? എന്റെ ഒരു പവന്റെ മോതിരം, അല്ലെങ്കിൽ ഞാൻ അങ്ങ് വിട്ടേനെ. അതങ്ങ് മറന്നേക്ക് ചേച്ചി, കിട്ടൂല. അത് വയറ്റിൽ കിടന്നാ അത് പ്രശ്നമാണ്. ആ വയറ്റിൽ കിടന്ന പ്രശ്നം ഞാൻ തത്തുപോയിക്കോട്ടെ, എന്നാലും എന്റെ വയറ് തുറക്കാൻ ഞാൻ സമ്മതിക്കൂല. ഗോൾഡ് ആയതുകൊണ്ടാണ് പ്രശ്നം. വയറ്റിൽ ഗോൾഡ് കിടന്നാൽ ഗോൾഡിന്റെ അംശം ശരീരത്തിൽ കൂടുതലായി കഴിഞ്ഞാൽ അത് പ്രശ്നമാണ്. ചെമ്പായിരുന്നാലും പ്രശ്നമില്ലായിരുന്നു. കാൽസ്യം അമോണിയം ഒക്കെ അങ്ങ് സ്വർണം തന്നെയാണ്. ഞാനൊരു കാര്യം പറയട്ടെ. പറ. ഒരൊറ്റ തവണ നിങ്ങക്ക് തുറക്കാം. ഈ ഓപ്പറേഷൻ കഴിയുമ്പോ ഒരു സിബ് വെച്ച് പിടിപ്പിച്ചേക്കണം. അതാവുമ്പോ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഏത് നേരം തുറക്കേ അടക്കേ എന്ത് വേണമെങ്കിലും ചെയ്യാം. എന്നെ അങ്ങ് കൊല്ലണം.